ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 50 നോമ്പിൻ്റെ 1-ാം ദിവസം ആണല്ലോ ഇന്ന്. നോമ്പുകാലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷകളെയും പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കബറടക്കത്തെയും ധ്യാനിക്കുന്നതിനുള്ള അവസരമാണ്. കർത്താവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെയും തുടർന്നുള്ള 10 ദിവസത്തെ പീഡാനുഭവത്തെയും ഓർമ്മിക്കുന്ന ദിനങ്ങളാണ് ഇത്. നോമ്പിൻ്റെ 1-ാം ദിവസമായ ഇന്നത്തെ ധ്യാന വിഷയം രൂപാന്തരം എന്നുള്ളതാണ്. നോമ്പുകാല ധ്യാനം ആരംഭിക്കുന്നത് കാനാവിലെ വിവാഹവേളയിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ രൂപാന്തരത്തിൻ്റെ സംഭവം ധ്യാനിച്ചുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായിരുന്നതായി നാം വായിക്കുന്നു. യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം 3-ാം നാൾ പുതുക്കത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ പ്രത്യക്ഷ അടയാളമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവം. ആ വിവാഹ വിരുന്നിലെ വീഞ്ഞിൻ്റെ അപര്യാപ്തതയാണ് ഈ അത്ഭുതം നടക്കുന്നതിന് കാരണമായത്. ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന അവസരമായി യേശു ഇതിനെ കണക്കാക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കിയ 4 സന്ദർഭങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം. 1. യേശുവിനെ ക്ഷണിച്ചതിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ഗലീലിലെ കാനാവിലെ ആ കല്യാണ ഭവനത്തിൽ യേശുവിനെ ക്ഷണിച്ചതുകൊണ്ടാണ് യേശു അവിടെ വന്നത്. യേശുവും അമ്മയായ മറിയയും ശിഷ്യന്മാരും അവിടെ അതിഥികളായി ഉണ്ടായിരുന്നു. വിരുന്നിനിടയിൽ വീഞ്ഞ് തീർന്നുപോയി. അക്കാലത്തെ സംസ്കാരത്തിൽ അതിഥികൾക്ക് വീഞ്ഞ് നൽകാൻ കഴിയാത്തത് ആ കുടുംബത്തിന് വലിയ അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ ഭവനത്തിലെ അപമാനകരമായ അനുഭവത്തെ അഭിമാനം ആക്കി മാറ്റിയത് യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവ് അനുഭവമാകുന്നത് യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെയാണ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ. 2. പ്രതിസന്ധികളിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ഒരു വിവാഹ ഭവനത്തിൽ സന്തോഷത്തിൻ്റെ അവസരത്തിൽ പെട്ടെന്നാണ് ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്തൊരു പ്രതിസന്ധി നനച്ചിരിക്കാത്ത വേളയിൽ ആ ഭവനത്തിലുണ്ടായി. യേശു ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുത്തതിലൂടെ മനുഷ്യൻ്റെ സന്തോഷങ്ങളിലും ആവശ്യങ്ങളിലും പങ്കുചേരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും നനച്ചിരിക്കാത്ത സമയത്ത് ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട്. അതിനായി സകലവും ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. സാധാരണ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇടപെടുന്നവനായ യേശു സൃഷ്ടികർത്താവ് നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ രൂപാന്തരപ്പെട്ട ഒരു ജീവിതശൈലിയായി മാറുന്നു. 3. പ്രതികരണങ്ങളിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ഈ പ്രതിസന്ധിയുടെ നടുവിലാണ് യേശുവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അപരൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ഭവനം നേരിട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ യേശുവിന് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം, അതിനായി മുൻകൈയെടുക്കാനുള്ള സന്നദ്ധത, ഇതെല്ലാം ഈ അമ്മയിൽ നമുക്ക് കാണാൻ കഴിയും. യേശുവിനോട് വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്കൊരു അനുകൂല മറുപടിയും കിട്ടിയില്ല. എന്നിട്ടും ആ അമ്മ പിൻവാങ്ങിയില്ല. മറിച്ച് ഭൃത്യന്മാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശുവിൽ ആ അമ്മയ്ക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. യേശു ഭൃത്യന്മാരോട് അവിടെ ഉണ്ടായിരുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ നിന്നും കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ യേശു കൽപ്പിക്കുന്നു. അടയാളങ്ങളുടെ ആരംഭമായി യേശു ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. യേശു തൻ്റെ മഹത്വം ഇതിലൂടെ വെളിപ്പെടുത്തി. ഈ മഹത്വം പൂർത്തിയാക്കിയത് തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. സൃഷ്ടികർത്താവ് നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെട്ടതായി മാറും. 4. കുരിശിൻ്റെ പാതയിൽ യാത്ര ചെയ്യാനുള്ള ക്ഷണം യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ.
അപമാനിക്കപ്പെടുന്നവരെ ചേർത്ത് നിൽക്കുന്ന കരുണയുടെ ദൃശ്യങ്ങൾ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കാണാൻ കഴിയും. യേശുക്രിസ്തു തൊട്ട ജീവിതങ്ങൾക്ക് പുതിയ അർത്ഥവും ആഴവും ഉണ്ടാകുന്നു. നമ്മുടെ രൂപാന്തരത്തിലൂടെ അത് സമൂഹത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. മുൻധാരണകളെ തിരുത്തി കുരിശിൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നതിനുള്ള ക്ഷണമാണ് നോമ്പ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വെള്ളത്തെ തൊട്ടപ്പോൾ അത് വീഞ്ഞായി മാറി. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമാപനത്തിൽ യേശു വീഞ്ഞിനെ കയ്യിൽ എടുത്തു പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമെന്ന്. 50 ദിവസത്തെ നോമ്പാചരണത്തിലൂടെ നമുക്ക് അൻപുണ്ടാകുന്നതിനും അൻപിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുപാടും പകരുന്നതിനും ഈ ധ്യാനം സഹായകരമാകട്ടെ. ഒരു ചിത്രശലഭത്തിൻ്റെ രൂപാന്തരം പോലെയായിരിക്കണം ഓരോ നോയമ്പും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ളൊരു മാറ്റം. ഓരോ മനുഷ്യ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും ലോകത്തിന് അവർ അനുഗ്രഹങ്ങളായി തീരാനാണ്. പ്രധാനമായും 4 ചിന്തകളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. 1. യേശുവിൻ്റെ സാന്നിധ്യം യേശുവിനെ ക്ഷണിച്ചതിലൂടെ അനുഭവിച്ചറിഞ്ഞു. 2. യേശുവിൻ്റെ സാന്നിധ്യം പ്രതിസന്ധികളിൽ അനുഭവിച്ചറിഞ്ഞു. 3. യേശുവിൻ്റെ സാന്നിധ്യം പ്രതികരണങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞു. 4. യേശുവിൻ്റെ സാന്നിധ്യം കുരിശിൻ്റെ പാതയിൽ യാത്ര ചെയ്യാനുള്ള ക്ഷണം ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ കാലയളവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ വചനത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. രൂപാന്തരത്തിൻ്റെ പുതുവഴികളിൽ സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവമേ, ഓരോ ദിവസവും രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.